ഇന്ത്യയുടെ പ്രധാനമന്ത്രി അവിടെ വന്നിറങ്ങിയിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ആകാശമാർഗം കാഴ്ചകൾ കാണാൻ വന്നതല്ല, എനിക്ക് നേരിട്ട് ദുരന്ത ഭൂമിയിലേക്ക് പോകണം. പട്ടാളം ഉണ്ടാക്കുന്ന ബെയിലിപ്പാലത്തിൽ അദ്ദേഹം പോയി. ഉണ്ണിമാഷും കുട്ടികളും പാടിയും പഠിച്ചും നടന്ന വെള്ളാർമല സ്കൂളിലേക്ക് 100 മീറ്റർ കാൽനടയായി നടന്നു. തിരിച്ച് കളക്ടറേറ്റിലെ ഞങ്ങളുടെ യോഗത്തിൽ വരുന്നതിനിടയിൽ നേരത്തെ നിശ്ചയിച്ചിട്ടും യാദർച്ഛികത എന്നതുപോലെ മേപ്പാടിയുടെ ആശുപത്രിയുടെ മുമ്പിൽ തന്റെ വാഹന വ്യൂഹത്തെ പൂർണ്ണമായും നിർത്തി മേപ്പാടിയുടെ ആരോഗ്യ കേന്ദ്രമായിട്ടുള്ള ആശുപത്രിയിൽ ചെന്ന് 2.5 വയസ്സുള്ള കൊച്ചു നൈസനോളെ ഒക്കത്തെടുത്ത് താലോലിക്കുമ്പോ അക്ഷരാർത്ഥത്തിൽ ലോകം അത്ഭുതത്തോടെ ഒരു പ്രധാനമന്ത്രിയെ ശ്രദ്ധിച്ചു. മലയാളത്തിൽ മാത്രമല്ല, ലോകത്തിലെ ലിഖിതമായിട്ടുള്ള എല്ലാ ഭാഷകളിലും ഇറങ്ങുന്ന ദിനപത്രങ്ങളിലും വാർത്താ ചാനലുകളിലും താടി പിടിച്ചു, വെളുത്ത താടി പിടിച്ചു വലിക്കുന്ന 2.5 വയസ്സുകാരി കൊച്ചിനെ ചേർത്തു പിടിച്ച പ്രധാനമന്ത്രിയുടെ പടം വെച്ച് അവരവരുടെ ഭാഷകളിൽ പത്രങ്ങൾ എഴുതി ദുരന്തഭൂമിയിൽ ഒരു കുഞ്ഞിനെ കളിപ്പിക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ജൂലൈ 30 ഒരു വർഷം തികയാൻ പോവുകയാണ് ആ ദുരന്തത്തിന്. ആഗസ്റ്റ് 11 ലോകത്ത് ആഗസ്റ്റ് 12 പ്രസിദ്ധീകരിച്ച പത്രങ്ങളുടെ അടിക്കുറിപ്പ് ഒരു കുഞ്ഞിനെ കളിപ്പിക്കുന്ന പ്രധാനമന്ത്രി എന്നായിരുന്നുവെങ്കിൽ, ഒരു വർഷം തികയുമ്പോൾ ഈ കേരളം തിരിച്ചറിയുകയാണ് യഥാർത്ഥത്തിൽ മേപ്പാടി ഗവൺമെന്റ് ആശുപത്രിയിൽ ഈ ഇന്ത്യയുടെ പ്രധാനമന്ത്രി കളിപ്പിച്ചത് മലയാളത്തിലെ ഒരു കുഞ്ഞിനെയായിരുന്നില്ല, 3.5 കോടി മൂക്ക് താഴോട്ട് നീണ്ട മുഴുവൻ മലയാളിയെയും കളിപ്പിക്കുകയായിരുന്നു അക്ഷരാർത്ഥത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ഒരു വർഷം കഴിഞ്ഞിട്ട് 1 രൂപ ഈ കേരളത്തിന്റെ ദുരന്ത ഭൂമിയിൽ ലഭ്യമായില്ല. എന്തേ കേരളം ചെയ്ത കുറ്റം?